എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്, നിമിഷ ചേച്ചി ഇതല്ല അതിനുള്ള പ്ലാറ്റ്ഫോം. ഇവിടെ ഒരുപാട് വേറെ സൈറ്റ് ഉണ്ട്, പെയ്ഡ് സൈറ്റുകൾ ഉണ്ട്. നിങ്ങളുടെ ഈ പരിപാടി കാണിക്കാനുള്ളത്, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാനുള്ളത്, നിങ്ങൾ അവിടെ വേണം നിങ്ങളുടെ ഈ ഒരു ലൈവുകൾ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഉജ്ജ്വലമായ സ്വാഗതം. അപ്പോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വരാൻ പോകുന്ന വീഡിയോയെ പറ്റിയിട്ടുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്, നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ നിമിഷ ബിജോ, നിമിഷ ചേച്ചിയാണ്. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും ആരാണ് ഈ നിമിഷ ബിജോ എന്നുള്ളത്. നിങ്ങളിൽ എല്ലാവരും നിമിഷ ബിജോയുടെ സബ്സ്ക്രൈബർ ആണെന്നോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇവരെ അറിയാത്തവർക്കും ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും വേണ്ടി, ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ്, ഈ ചേച്ചി ഒരു ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറയാം, ഈ ചേച്ചി ഒരു ആക്ട്രസ് ആണ് എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കറിയത്തില്ല, ഞാനെങ്കിൽ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ചേച്ചിക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കുഞ്ഞു യൂട്യൂബർ, വളരെ ചെറിയൊരു യൂട്യൂബർ, അതായത് എനിക്ക് തോന്നുന്നു ഈ അടുത്തെങ്ങാണ്ട് തുടങ്ങിയതേ ഉള്ളൂ, ചേച്ചി വീഡിയോ ഒക്കെ ഇട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വരുന്ന ഒരു പാവം ചേച്ചി ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ട്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള പാരന്റ്സ് എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ നിമിഷ ബിജോയെ പോലുള്ള ചില യൂട്യൂബേഴ്സ് കൊച്ചു കുട്ടികളെ വഴി തെറ്റിച്ച് വിടുന്നുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ ഇപ്പോ നമുക്ക് എല്ലാവർക്കും വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞ ഈ ഒരു യൂട്യൂബറും അതാണ് ഉന്നയിക്കുന്നത്, ആ ഒരു സംശയം ഉന്നയിക്കുന്നു. അപ്പൊ എന്തായാലും ആ യൂട്യൂബർ പറയുന്ന, ആ ഒരു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് തരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇപ്പൊ എനിക്ക് അടുത്തേക്കൊരു അനുഭവം ഉണ്ടായിട്ട്, അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം വേറൊന്നല്ല. നിമിഷ ബിജോ പറഞ്ഞിട്ട് ഒരു യൂട്യൂബറിനോ നടീനോ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. കാരണം ആ ഒരു ഫീൽഡിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നിമിഷ ബിജോ പറഞ്ഞ സിനിമ നടീനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കാണാൻ ഇടയായത് തന്നെ ഞാനും എന്റെ മോള് 1ാം ക്ലാസ്സിലാണ്, 6 വയസ്സായതാണ്. അപ്പോൾ അവളും ഞാനും കൂടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ പെണ്ണിന്റെ ലൈവ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് വന്നത്. അപ്പോൾ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ട് ഒരു പിക്ചറാണ് വന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ എൻ്റെ മോള് ചോദിക്കുക, അമ്മ എന്ത് ഈ ഒരു അമ്മമ്മ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കണേ, എന്ത് ഇങ്ങനെ ഈ അമ്മമ്മ അങ്ങനെ ഇരിക്കണേ? പിള്ളേർക്ക് അറിയില്ലല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 40+ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അത് ഇത്രയും വൾഗറായിട്ട്, എന്താ പറയുക, ഇത്രയും മോശമായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട്. അപ്പോ ചേച്ചി 40+ ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും 10-30 വയസ്സൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. 40-ന് മേലുണ്ടെന്നൊന്നും തോന്നുന്നില്ല. 2 പിള്ളേരൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ നിങ്ങളെല്ലാരും കേട്ടല്ലോ. സംഗതി ഇതാണ്, ആ ചേച്ചി പറയുന്നത്, ആ ചേച്ചിയുടെ കുട്ടി, ചേച്ചിയുടെ മോളും കൂടെ ഇരിക്കുന്ന സമയത്ത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, 6 വയസ്സുള്ള കുട്ടി. ഈ നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡേഷൻ വരും. നമ്മൾ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത യൂട്യൂബ് ചാനലുകളുടെ ലൈവോ, പ്രത്യേകിച്ച് ലൈവുകൾ, നമുക്ക് ഈ റെക്കമെൻഡേഷനിലൊക്കെ വന്ന് ചാടാറുണ്ട്. അപ്പോ ഈ ചേച്ചി അങ്ങനെ കുട്ടിയായിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ലൈവ് വന്ന് ചാടിയത്. അപ്പോ ചേച്ചിയുടെ കുട്ടി ചോദിച്ചതാണ്, എന്താണ് അമ്മേ ഈ ഒരു അമ്മമ്മ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മളാണെങ്കിൽ പോലും, ഇപ്പൊ നിങ്ങളിപ്പം കുട്ടികളുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ നിങ്ങളും നാളെ എങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണില്ല, പക്ഷെ റെക്കമെൻഡേഷനിൽ കയറി വരും. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ അടുത്തിരിക്കുന്നെങ്കിൽ അവർ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് ഒന്നും പറയാൻ പറ്റാതെ വരും. കാരണം അവരുടെ കോസ്റ്റ്, ലൈക്ക് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്, ഞാൻ ചേച്ചി ഒരിക്കലും കുറ്റം പറയുന്നില്ല, ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ആള്. കാരണം അത് അവരുടെ ഇഷ്ടമാണ്, അവർ എന്ത് ഡ്രസ്സ് ഇടണമെന്നുള്ളത്. ഓഫ്കോഴ്സ് അത് അവരുടെ ഇഷ്ടമാണ്, നമ്മൾ അതിനകത്ത് ഒന്നും കുറ്റം പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതുപോലുള്ള ലൈക്ക് മാതാപിതാക്കളുമായിട്ട് കുട്ടികൾ ഇരിക്കുമ്പോൾ, അപ്പൊ ഈ മാതാപിതാക്കൾ ഇങ്ങനെ ഫോണൊക്കെ വെച്ച് കുട്ടികളൊക്കെ അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോൾ, രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ സാധനം വന്ന് കയറുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? അവരുടെ ചോദ്യത്തിന് നമുക്ക് മറുപടി ഇല്ലാതായി പോകും. ഈ ചേച്ചിക്കൊക്കെ പറ്റിയത് ഇപ്പൊ അതാ, മനസ്സിലായില്ലേ? സോ അങ്ങനെയുള്ള സമയത്ത് ഇവർ ഈ കാണിക്കുന്നത് ചിലപ്പോൾ ആ മാതാപിതാക്കൾക്ക് മോശമായിട്ട് തോന്നിയേക്കാം. അവരുടെ പെർസ്പെക്റ്റീവിൽ അത് നോക്കുമ്പോൾ മോശം തന്നെയാണ്. കാരണം അവർക്ക് ആ ചോദിക്കുന്ന കുട്ടികളോട് പറയാൻ പറ്റുമോ, നിങ്ങൾ ഇങ്ങനെ വേണം, നിങ്ങൾ ഭാവിയിലേക്ക് വലുതാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ വേണം ഡ്രസ്സ് ഇട്ട്, നിങ്ങൾക്ക് ആ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ വന്നിരുന്ന് ആൾക്കാരെ പിടിച്ച് ആ ലൈവിൽ ഇരുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ചേച്ചിയുടെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിലൊരു വളരെ, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പായിരിക്കും
ഒരു ലൈവ് ഒക്കെ കണ്ടു. അപ്പൊ ആ ചേച്ചി മാന്യമായിട്ട് കേട്ടോ, നിമിഷ ബിജോ എന്ന് പറയുന്ന ആള് മാന്യമായിട്ടാണ് വന്ന് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ ഇവരുടെ ലൈവുകൾ നമ്മൾ ഇപ്പൊ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റൂലേ, ലൈവ് കഴിഞ്ഞതൊക്കെ പിന്നെ ഈ വീഡിയോ ആയിട്ട് വന്ന് കിടക്കും. സോ അങ്ങനെ ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കണ്ടതാണ്. പക്ഷെ എല്ലാ വീഡിയോകളും അങ്ങനെയുള്ള നല്ല വീഡിയോകൾ എന്നല്ല, ലൈക്ക് ആ ഒരു ഡ്രസ്സിങ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പാരന്റ്സിന് കൂടുതൽ ഇഷ്ടപ്പെടത്തില്ല. ഒരു യൂട്യൂബർ ആയിട്ടിരുന്നിട്ട് ഇൻകം ഉണ്ടാക്കുന്നത്, അത് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ പോലും അങ്ങനെ ഇൻകം ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല. ബിക്കോസ് ഇഫ് വി ആർ ഗെറ്റിംഗ് മോർ മണി, ലൈക്ക് നല്ലൊരു ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോർ ദാൻ ദാറ്റ് വീട്ടുകാരാണെങ്കിൽ പോലും നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും വിചാരിക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, ലൈക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ട്, ആളുകളിലേക്ക് ഫെമിലിയർ ആവുന്നുണ്ട് ഫേസ് എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് പാരന്റ്സും, ഇന്നൊരു 85% വീട്ടിലെ പാരന്റ്സ് ആണെങ്കിലും അതിനെ ഒരു നോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കാണും കേട്ടോ, ഒരുപാട് അങ്ങ് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾ വേണ്ട, സോഷ്യൽ മീഡിയ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവരും കാണും. പക്ഷെ ഇപ്പം ബാക്കിയുള്ള 85% പാരന്റ്സ് ആണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പോലും വളരെ ഡാൻസ് ഒക്കെ കളിച്ചോ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്തോ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഡെയിലി വ്ളോഗ് ചെയ്യുന്നവരോടൊന്നും ഒരിക്കലും പാരന്റ്സ് സ്റ്റോപ്പ് ചെയ്യും എന്നല്ലെങ്കിൽ വേണ്ട നോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പൊ ഈ നിമിഷ ചേച്ചിയുടെ തന്നെ നിങ്ങൾ എടുക്കുക, ഈ ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇട്ട ചേച്ചിയുടെ കുട്ടിയൊക്കെ ഇപ്പൊ ചോദിച്ച് മോളെ ഇതേ കണക്കാവണം എന്നൊരു പാരന്റും പറയാനും പറ്റില്ല. അങ്ങനെ ഒരു പാരന്റും ആഗ്രഹിക്കില്ല. അവരുടെ മക്കൾ വലുതായിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇത്രയും എക്സ്പോസ് ചെയ്ത് നാട്ടുകാരുടെ ഫ്രണ്ടിൽ കാണിച്ച് ഒരു ഫേമസ് ആയി വരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ നിമിഷ ചേച്ചി ആണെങ്കിൽ പോലും ചേച്ചിയുടെ മക്കൾ പെൺകുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി ആഗ്രഹിക്കുമോ ചേച്ചിയുടെ മക്കളും ഇങ്ങനെ തന്നെ ആയി വരണം? ഇത്രയും ഡ്രസ്സിങ് ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ചേച്ചിയുടെ വീഡിയോയിൽ ആൾക്കാർ കയറുന്നത്? ഞാൻ കണ്ടു ചേച്ചിയുടെ കമന്റ് ബോക്സ്, ലൈക്ക് കുറച്ച് മുമ്പുള്ള ആ ഒരു ലൈവ്, അത് കുറച്ച് മാന്യമായിട്ടുള്ള ലൈവ് ആയിരുന്നു. ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സിങ് ആയിരുന്നു കേട്ടോ, കോസ്റ്റ്യൂം ഒക്കെ. പക്ഷെ അതിനകത്ത് പോലും ആൾക്കാർ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചേച്ചിയുടെ മക്കളുടെ അടുക്കലും ഈ ലൈവിൽ അവർ പോകുമ്പോൾ വന്നിരുന്ന് ചോദിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പിന്നെ അതിനുള്ള അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി വലുതായിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോ കണ്ടതിനകത്ത് അങ്ങനെയുള്ള അതൊന്നും റിപ്ലൈ ഇല്ല. മാന്യമായിട്ടുള്ള സാധനങ്ങൾക്കാണ് റിപ്ലൈ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്? ചേച്ചി അത്രയും എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട്. അപ്പം ഒരു മാതാപിതാക്കളും സ്വന്തം മക്കൾ അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കില്ല. അത് ആദ്യമേ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ചേച്ചിയുടെ സൈഡിലെ സപ്പോർട്ട് ചെയ്ത ചേച്ചിക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയുടെ കോസ്റ്റ്യൂമിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ചേച്ചി വന്നിരുന്ന് ഈ ചെയ്യുന്ന ഒരു പ്ലേസ്, സ്ഥലം, യൂട്യൂബ് ചേച്ചിയുടെ പരിപാടിക്ക് പറ്റിയൊരു സ്ഥലമല്ല. സമൂഹത്തിന് ഒരു ചൂഷണം ചെയ്യുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികൾ വരെ കണ്ടിട്ട് എൻ്റെ അമ്മമ്മ ഇപ്പോഴും വീട്ടിലുണ്ട്. അപ്പം എൻ്റെ അമ്മമ്മ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ അവർക്കൊരു വിചാരമുണ്ട് അവർ വലിയ സംഭവമാണ് അല്ലെങ്കിൽ. അപ്പം ഇപ്പം അതിൽ അവർ വീഡിയോ എല്ലായി വിടുമ്പോഴേക്കും ഇഷ്ടം പോലെ കാണാൻ ആൾക്കാരുണ്ട്. പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളായിട്ടാണ് എനിക്ക് തോന്നി. കാരണം അവരെ ആ കമൻസിൽ, ആ ലൈവിൽ വരുന്ന കമൻസ് കേട്ടിട്ട് കണ്ടപ്പോൾ കൂടുതലും പെണ്ണുങ്ങൾ വരും. അതും എൻ്റെ പേര് പറയൂ, എനിക്കൊരു ഹായ് തരുമോ വെച്ചിട്ട് ലക്ഷക്കണക്കിന് പേരാണ് അവർ ലൈവിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. സംഭവം ശരി, അവരെ ഒരു ജോലി ആയിരിക്കാം അത്. പക്ഷെ കുറച്ചും കൂടിയും ഡീസൻ്റ് ആയിട്ട് യൂട്യൂബ് ചെയ്യും. അല്ലാതെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഈ കാരണം യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ പിള്ളേർക്കായാലും എല്ലാവരും ഇന്ന് കാണാം. അതിൽ ഈ ചേച്ചി പറയുന്ന പോലെ തന്നെ നമുക്ക് അവരുടെ ഇഷ്ടമാണ് മെയിൻലി അവരുടെ ഡ്രസ്സ്. പക്ഷെ ചേച്ചി പറയുന്നത് യൂട്യൂബിൽ വന്നിരിക്കുമ്പോൾ കുറച്ച് മാന്യമായിട്ടിരിക്കണം എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. കുട്ടികൾ കാണും. അപ്പൊ ചില ആളുകൾക്ക് ഡൗട്ട് വരാം, ഈ കുട്ടികൾക്കായിട്ട് കിഡ്സിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് യൂട്യൂബിൽ. സോ അവർക്ക് അത് മാത്രം എടുത്തു കൊടുത്താൽ പോരെ, അവരത് കണ്ടാൽ പോരെ. അപ്പോഴും അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, കുട്ടികൾ ചിലപ്പോൾ കിഡ്സിന്റെ ഇതായിരിക്കും എടുത്തു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ, നമ്മളിപ്പോ മാതാപിതാക്കൾ ഇരുന്ന് ഈ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റെക്കമെൻഡ് ചെയ്ത് ഈ സാധനം വരുന്നെങ്കിലും അപ്പൊ നമ്മുടെ അടുത്ത് കുട്ടികളുണ്ടെങ്കിൽ ഈ സാധനം കാണത്തില്ലേ? അത് മാത്രമല്ല, എപ്പോഴും ഇപ്പം നമ്മൾ ഫോണോടെങ്കിലും വെച്ചിട്ട് പോയി നമ്മുടെ കുട്ടി വന്നിട്ട് നമ്മുടെ ഫോണും എടുത്തുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കുന്നത്. അവര് നമ്മുടെ യൂട്യൂബ് നോക്കുമ്പോഴത്തേക്ക് നേരെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് റെക്കമെൻഡ് ചെയ്ത് വരുന്നതെങ്കിലോ. സോ എനിക്ക് പറയാനുള്ളത്, നിമിഷ പിന്നെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, നിമിഷോ ബിജോ എന്ന് പറയുന്ന ആളുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ജോലി അവർ ചെയ്യുന്നു. പക്ഷേ എനിക്ക് ചേച്ചിയോട് പറയാനുള്ളത്, നിമിഷ ചേച്ചി ഇതല്ല അതിനുള്ള പ്ലാറ്റ്ഫോം. ഇവിടെ ഒരുപാട് വേറെ സൈറ്റ് ഉണ്ട്, പെയ്ഡ് സൈറ്റുകൾ ഉണ്ട്. നിങ്ങളുടെ ഈ പരിപാടി കാണിക്കാനുള്ളത്, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാനുള്ളത് നിങ്ങൾ അവിടെ വേണം. നിങ്ങളുടെ ഈ ഒരു ലൈവുകൾ,
ഇങ്ങനെയുള്ള ലൈവുകൾ. വേറൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, എന്താ ഈ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, മറ്റേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, ഒരു ചേച്ചി, ഒരു കുക്കിംഗ് വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളും പിന്നെ മീൻകറി ഉണ്ടാക്കുക. പക്ഷെ ചേച്ചി ആ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസിങ് ആണ് ചേച്ചി അവിടെ ചെയ്യുന്നത്. അത് കാണാൻ കുറെ ആളുകളുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ വന്നിരുന്ന് കുറെ ചേച്ചിമാര് മറ്റേ ഹായ് തരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് എന്നാണ് ഇപ്പൊ ഈ വീഡിയോ ഇട്ടിരിക്കുന്ന ചേച്ചി പറയുന്നത്. ഞാനും കുറച്ചു മുമ്പുള്ള ലൈവ് കണ്ടു. അപ്പൊ ഞാനും കണ്ടു 1-2 പേര്, ഗായത്രി. എനിക്ക് തോന്നുന്നു അതൊക്കെ ഫേക്ക് ഐഡീസ് ആയിരിക്കാം. സ്ത്രീകൾ പോയി ഇവരുടെ വീഡിയോ കാണാനിരിക്കുന്നവരുണ്ടോ, ഒരു ഹായ് തരുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നവരുണ്ടോ, എനിക്ക് അറിയത്തില്ല. വളരെ കുറവായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ ഉള്ളത് മൊത്തം ഈ ഫേക്ക് ആയിട്ടുള്ള പേരൊക്കെ ഇട്ടി അമ്മമാര് കയറിയിരിക്കുന്ന ആയിരിക്കും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുറത്തറിയരുതല്ലോ അവന്മാർ. ഈ അമ്മാവന്മാരാണെങ്കിലും ശരി, പിള്ളേരാണെങ്കിലും ശരി, അവന്മാര് പുറത്ത് അവരെ അറിയാവുന്നവരോ ഒന്നും അവന്മാരുടെ പേര് അവിടെ കാണാതിരിക്കാൻ, ലൈവിൽ പേര് കാണിക്കുമല്ലോ, സോ അത് കാണാതിരിക്കാൻ. ചിലപ്പോൾ ഈ ചേച്ചിയുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. സോ മാന്യന്മാരായിട്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകളുടെ പേരിട്ടിട്ടുള്ള അക്കൗണ്ടിൽ നിന്നൊക്കെ വന്ന് കയറിയിരിക്കുന്നതോ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഈ ചേച്ചി വീഡിയോ ഇട്ട ചേച്ചി പറയുന്ന കണക്ക് ദർ ഇസ് എ വാലിഡ് പോയിന്റ് ഇൻ ദാറ്റ് യൂട്യൂബിലല്ല ഈ പരിപാടികൾ കാണിക്കേണ്ടത്. ഇത് കുട്ടികൾ ഉൾപ്പെടെ കാണുന്നതാണ്. കുട്ടികൾക്ക് കിഡ് സെക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഫോണുകൾ കുട്ടികൾ എടുത്തുകൊണ്ട് പോയി ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്ക് റെക്കമെൻഡേഷൻ ഇതൊക്കെ വന്നാൽ കുട്ടികൾ അതൊരു ബാഡ് ഇൻഫ്ലുവൻസിങ് ആണ്. അത്ര നല്ലൊരു ഇൻഫ്ലുവൻസിങ് ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നില്ല. ഓഫ് കോഴ്സ് ഡ്രസ് ഇടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം, നിങ്ങൾ കാണിക്കുക, ഓക്കെ. പക്ഷെ ഈ നിമിഷ ചേച്ചിക്ക് വരെ അറിയാം. നിമിഷ ചേച്ചി തന്നെ പല ഇന്റർവ്യൂവിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയത്, അതായത് ഇവർ ഇനിയും ആക്ട്രസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആണോന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ ഇവരുടെ 1-2 ഇന്റർവ്യൂവിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കൂടുതൽ ഓഫർ വരുന്നത് ഈ ബിക്കിനി ഫോട്ടോഷൂട്ട്സിനും കാര്യത്തിനും ഒക്കെയാണെന്ന്. അപ്പൊ അത് ലൈക്ക് ഷീസ് ഏർണിംഗ് ഫ്രം ദാറ്റ്. സമ്മതിച്ചു, നിങ്ങൾ അതിനകത്ത് നിന്നാണ് കാശ് ഉണ്ടാക്കുന്നത്, ഉണ്ടായിക്കോളുക, ചെയ്തോളുക. മോശമായിട്ടുള്ള പരിപാടിയാണെന്ന് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അത് യൂട്യൂബിൽ വന്നിരുന്ന് കാണിക്കുമ്പോൾ അത് മോശമാണ്. കാരണം അതിനുള്ള പ്ലാറ്റ്ഫോം അല്ല ഇത്. അതിനുള്ള പ്ലാറ്റ്ഫോം വേറെ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് ചേക്കേറുക, അവിടെ പോയി കുറച്ചുകൂടെ കൂടുതൽ കാശുണ്ടാക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ യൂട്യൂബിൽ ഈ പരിപാടിയായിട്ട് ഇറങ്ങാതിരിക്കുക ചേച്ചി. അതത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയം കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അവരോട് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുതെന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു അവകാശവും ഇല്ല. ചെയ്തോട്ടെ, വേറെ സ്ഥലത്ത് പോയി ചെയ്തോട്ടെ, ഓക്കെ. യൂട്യൂബിൽ വരണ്ട ഈ ഒരു പരിപാടിയും കൊണ്ട്. അത് ഒരപേക്ഷ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ കാശ് വേറെ സൈറ്റുകളിൽ പോയാൽ കിട്ടും. സോ അവിടെ ചെല്ലുക.